യു ഡി എഫും ആ തരത്തിലൊരു പരീക്ഷണമാണ് നടത്തിയതെന്ന് പറയുന്നു. കാരണം പാലക്കാട് ഇപ്പോൾ പൊരുതിയിട്ടാണ് ഷാഫി ജയിച്ചിട്ടുള്ളത്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത്രയും ശക്തനായ പോരാളിയെ ആ മണ്ഡലത്തിൽ നിന്ന് മാറ്റി ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ പാലക്കാട് കരയുകയായിരുന്നു, അവിടുത്തെ പ്രവർത്തകർ കരയുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. അങ്ങനെ കൊണ്ടുവരുന്നത് ഇപ്പോൾ 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 കേരളത്തിൽ നിന്ന് പോകേണ്ട ഷാഫി പറമ്പിൽ എന്നൊരു വിചാരം ഒരു പക്ഷേ ഇവിടെയുള്ളവർക്കും തോന്നാമല്ലോ. അങ്ങനെ അല്ല, അങ്ങനെയല്ലല്ലോ. ശൈലജ ടീച്ചർ ഒരു വനിതാ കാൻഡിഡേറ്റ് എന്ന നിലയ്ക്കാണല്ലോ പറയുന്നത്. ഏറ്റവും ശക്തയായ കാൻഡിഡേറ്റ് എന്ന നിലയ്ക്കാണല്ലോ ടീച്ചറെ അവതരിപ്പിച്ചത്. ഷാഫി പറമ്പലിന് അങ്ങനെയല്ലല്ലോ. ഷാഫി പറമ്പിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നം ഇവിടെ വന്നപ്പോൾ, ഒരു പ്രതിസന്ധി ഘട്ടം അവർക്കുണ്ടായ സമയത്ത് അവർക്കൊരു ബെറ്റർ ഓപ്ഷൻ എന്ന നിലയ്ക്ക് ഷാഫിയെ പരിഗണിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. മറ്റത് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതാണല്ലോ. അത് രണ്ടും രണ്ട് തരം വിലയിരുത്തലായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ശരി, വടകര TP വധത്തിന് മുൻപ് പിൻപ് എന്ന രീതിയിലാണല്ലോ ഇവിടുത്തെ രാഷ്ട്രീയത്തെ കാണേണ്ടത്. അപ്പോൾ ശൈലജ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ശൈലജ പറയുന്നത് TP വിഷയം ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടം കഴിഞ്ഞു, എല്ലാ സമയത്തും ആ ഒരു കാര്യം മാത്രമാണ് RMPക്ക് പറയാനുള്ളത്, അത് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി വോട്ട് നേടാമെന്ന് കരുതേണ്ട, ഞങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾക്കും രക്തസാക്ഷികൾ ഉണ്ടല്ലോ എന്നൊരു കാര്യം കൂടി ശൈലജ പറയുന്നുണ്ട്. ആ രൂപത്തിൽ വടകര ഇപ്പോൾ മാറി ചിന്തിക്കാനുള്ള സാധ്യത കൂടി ഇല്ലേ? ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ട് ആ മുറിവ് ഉണങ്ങിയിരിക്കാം എന്നൊരു വിലയിരുത്തൽ CPM നടത്തുന്നു. അല്ല, ഞാൻ TPയുടെ മുറിവ് ഒരു കാലത്തും ഉണങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളല്ല ഞാൻ. അതെല്ലാ കാലത്തും മുഴച്ചു നിൽക്കും. പക്ഷെ അത് മാത്രമാണോ പറയേണ്ടത്, അത് മാത്രമാണോ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അല്ല. നമ്മളിപ്പോഴും TPയുടെ വിഷയം ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ചും ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി കൂടി വന്ന പശ്ചാത്തലത്തിൽ CPMൻ്റെ പങ്ക് വളരെ വ്യക്തമായിട്ട് കൂടുതൽ ആളുകളെ കൂടി ഇതിനകത്തേക്ക് വന്നതോടുകൂടി അത് സുവ്യക്തമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു തർക്കം അതിനകത്തില്ലാത്ത രൂപത്തിൽ. അപ്പോൾ അത് സ്വാഭാവികമായും ആ തലത്തിൽ അതൊരു ചർച്ച നടക്കും. അതോടൊപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു അക്രമ രാഷ്ട്രീയം CPM സ്വീകരിക്കുകയും ഈ TPയുടെ കൊലപാതകികളെ ഉൾപ്പെടെ ന്യായീകരിക്കുകയും അവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി കേസ് നടത്തുകയും അതിനൊരു മാറ്റവും ഉണ്ടാവുന്നില്ലല്ലോ. അവർക്ക് പാർട്ടിക്ക് പങ്കില്ല എന്നവർ ഈ കൊലയാളികളെ തള്ളിപ്പറയാനോ ഏതെങ്കിലും ഘട്ടത്തിൽ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോൾ പോലും തയ്യാറാവുന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ചർച്ചയാവും. ഇപ്പോഴും സംരക്ഷിക്കുകയാണ്, ഇപ്പോഴും അതിനനുസരിച്ച് സംസാരിക്കുകയാണ്. അതിന് വേറെ തരത്തിൽ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. TP എന്നും ഇവിടെ കത്തി നിൽക്കുകയും ചെയ്യും. TPയുടെ ഇത് ഏത് ഇലക്ഷൻ മാത്രം, അത് ഇലക്ഷനിലല്ല, എല്ലാ സമയത്തും TP ഒരു ഫാക്ടറാണ്. ശൈലജ എന്ന നേതാവ് അല്പം വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അവരും ഈ വിഷയം അത്ര ഊന്നേണ്ട എന്നൊരു തീരുമാനത്തിലാണ്. അതുകൊണ്ടാണ് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നൊരു പ്രതികരണം അവർ നടത്തുന്നുണ്ട്. ആ രൂപത്തിൽ പാർട്ടിയിൽ നിന്നും മാറി KK ശൈലജ എന്ന വ്യക്തി എന്ന നേതാവിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ കുറച്ചുകൂടി സ്വീകാര്യമായിരിക്കാം ശൈലജ. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു സാധ്യത കൂടിയാണ് പാർട്ടി തേടുന്നത്. അത് ഏതെങ്കിലും രീതിയിൽ പ്രതിഫലിക്കുമോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി? അല്ല, അങ്ങനെ പ്രതിഫലിക്കില്ല. കാരണം ടീച്ചർ അങ്ങനെ ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് എടുത്തു. പക്ഷേ ടീച്ചർ ഒരിക്കലും ഈ കൊലപാതക പാർട്ടി അങ്ങനെ നടത്തില്ല, പാർട്ടിക്കെതിരെ സംസാരിച്ചിട്ടില്ല. ഇത്തരം ആളുകൾ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ടീച്ചർ സംസാരിച്ചിട്ടില്ല. പിന്നെ കൊലയാളികൾ കുഞ്ഞനന്ദനെ ഉൾപ്പെടെ ന്യായീകരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ ഉൾപ്പെടെ അദ്ദേഹം ഏറ്റവും ധീരനായ പോരാളിയായിരുന്നു, പാർട്ടിക്ക് വേണ്ടി വലിയ ത്യാഗങ്ങൾ സഹിച്ച ആളാണ് എന്നുമാണ് സംസാരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറിച്ചൊരു പ്രതികരണം ടീച്ചറുടെ ഭാഗത്ത് നമ്മൾ കണ്ടില്ല. പിന്നെ എങ്ങനെയാണ് അതിനെ അവർ ന്യായീകരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾ അതിനെ കാണുക എന്നുള്ളതും. അതുകൊണ്ട് അതിലൊന്നും വ്യത്യസ്തമായൊരു നിലപാടൊന്നും ടീച്ചർക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.